വാർത്തകളിലേക്ക് വിശദമായി. കണ്ണൂർ പൊടിക്കുണ്ടിൽ വൻ സ്ഫോടനം. ഇരുനില കെട്ടിടത്തിൽ സൂക്ഷിച്ച വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു പെൺകുട്ടിയടക്കം 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി വീടുകളും സ്ഫോടനത്തിൽ തകർന്നു. ഇന്നലെ രാത്രി 11:20ഓടെയാണ് വൻ സ്ഫോടനമുണ്ടായത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 1 കിലോമീറ്റർ അകലെ പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ കോളനിയിലാണ് സ്ഫോടനം. ഇരുനില വീട്ടിൽ സൂക്ഷിച്ച വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. ഡൈനാമിറ്റുകളും ഗുണ്ടും പടക്കങ്ങളും അടങ്ങുന്നതായിരുന്നു ശേഖരം. ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ ഞെട്ടിയുണർന്ന നാട്ടുകാർ വീട് വിട്ട് ഓടുകയായിരുന്നു. പെട്ടെന്ന് വീടിന്റെ പിന്നിൽ നിന്ന് അതിശക്തമായ സ്ഫോടനം ഉണ്ടായി. അതുപോലെ തീയുടെ ഇതും കണ്ണിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിലെന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ഇവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് വരുമ്പോഴേക്ക് എൻ്റെ റൂം താഴത്ത് മുഴുവനും ജനലുകളുടെ ചില്ല്, പിന്നെ എൻ്റെ അടുക്കള വാതിൽ പൊട്ടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. എൻ്റെ വാട്ടർ ടാങ്ക് അപ്പാടെ തകർന്നു. സ്ഫോടനം നടന്ന വീട് നിലം പരിശായപ്പോൾ ചുറ്റുപാടുമുള്ള 4 വീടുകളും ഏകദേശം തകർന്ന നിലയിലാണ്. പരിസര പ്രദേശത്തുള്ള 50ഓളം വീടുകൾക്കും സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. കണ്ണൂർ സ്വദേശിയായ അനൂപ് മാലിക്കാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സ്ഫോടനത്തിൽ അനൂപിന്റെ മകൾ ഹിമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹിമയടക്കം സ്ഫോടനത്തിൽ പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാരമ്പര്യമായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന അനൂപ് സ്ഫോടനത്തെ തുടർന്ന് ഒളിവിലാണ്. ഇയാൾക്കെതിരെ കേസെടുത്ത പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പരിഭ്രാന്തരായി ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് സ്ഥലത്തെ തീ അണച്ചത്. റിപ്പോർട്ടർ, കണ്ണൂർ.